അച്ഛന്മാരതെ മീൻ നമുക്ക് അത്യാവശ്യത്തെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ മീൻ പിടിക്കുന്നത് ഈ പാത്രം ഉപയോഗിച്ച്. ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ചൂണ്ടയിട്ട് മീൻ പിടിച്ച് വറക്കാമെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് 4 മീനേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ കുറച്ചും കൂടി കൂടുതൽ മീനിനെ പിടിക്കാം, അതും വെറൈറ്റി ആയിട്ട് നിന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു കോട്ടൺ തുണി എന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ സെൻറ്ററിൽ ഇതേപോലെ ഒന്ന് ചെറിയൊരു തുളയിടണം. പിന്നെ ഒരു പാത്രം, പിന്നെ നമുക്ക് മീൻ തീറ്റയായിട്ട് ഞാനിപ്പോൾ ചോറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചോറ് നമ്മൾ ഇതിലേക്ക് ഇടാം, പ്ലേറ്റിലേക്ക് ഇടാം. നൈസായിട്ട് ചോറ് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അത്യാവശ്യം ഇതേപോലെ അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് വെള്ളം ഇട്ടിട്ട് ഇതേപോലെ അങ്ങ് സെറ്റാക്കാം. പിന്നെ നമുക്ക് ചോറ് മാത്രമല്ല, നമ്മൾ മീൻ തീറ്റ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഗോതമ്പിൻ്റെ പൊടിയോ അല്ലെങ്കിൽ മുത്താറിപ്പൊടിയോ അതൊന്നും ആയാലും കുഴപ്പമില്ല. ഇതേപോലെ നമ്മൾ പ്ലേറ്റിലിട്ടിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ തുള നമുക്ക് സെൻറ്ററിൽ വരത്തക്ക വിധം കണ്ടോ, ഇവിടെ കണ്ടോ, ഈ സെൻറ്ററിൽ വരത്തക്ക വിധം കണ്ടോ, സെൻറ്ററിൽ വരത്തക്ക വിധം നമ്മൾ സെറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ വേറൊരു ചെറിയൊരു തുണിയുടെ കഷ്ണം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ നല്ല മുറുക്കി ടൈറ്റായിട്ട് അങ്ങോട്ട് കെട്ടി വെക്കുക. ഇതേപോലെ കെട്ടി വെക്കുക. എന്നിട്ട് നമ്മളിത് മീനുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ വെക്കുക. അപ്പം മീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് തീറ്റി നിന്നിട്ട് ഇതിനിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാവും. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ മീൻ കുടുങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നോക്കാം. അപ്പം നമ്മളിത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ആണ് ഇതിന്, കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് മീൻ കയറി കൂടണ്ടേ. അപ്പം അതിനുള്ള വെയിറ്റിങ് നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെന്ന് എടുത്ത് നോക്കാം. ആദ്യത്തെ നമുക്ക് എടുത്ത് നോക്കാം മീനുണ്ടോ നമുക്ക് നോക്കാം ഇതിൽ. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ തന്നെ നിൽക്കുക, നമുക്ക് മീനുണ്ടോ നോക്കാം. നമുക്ക് അതിൽ അടച്ച് പൂട്ട്. അപ്പം നമ്മൾ ആദ്യത്തെ സാധനം എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിനി മീനുണ്ടോ നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇതിലത്തെ വെള്ളം മൊത്തം നൈസായിട്ടൊന്ന് വറ്റിച്ച് കളയാം. അങ്ങനെ 3-4 മീൻ കിട്ടിയിട്ടുണ്ട്. ഇതിലുണ്ട് മീന്. അച്ഛന്മാരതെ മീൻ നമുക്ക് അത്യാവശ്യത്തെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ മീൻ പിടിക്കുന്നത് ഈ പാത്രം ഉപയോഗിച്ചിട്ട്. ഇപ്പൊന്നും തോട്ടിൽ കണ്ടമാനം മീനൊന്നുമില്ല പണ്ടത്തെ പോലെ. അതുകൊണ്ടാണ് ഇത്രയും കുറവ് മീനൊക്കെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതുപോലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല മീൻ കിട്ടുമായിരുന്നു. പിന്നെ ഇത് വേനൽക്കാലത്താണ് ഇതേപോലൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. പക്ഷെ അത്യാവശ്യം നിങ്ങൾക്ക് കാണാനുള്ള മീനൊക്കെ ഇതിലുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ ഈ വീഡിയോ
മൊത്തമായിട്ട് കണ്ട് സഹകരിക്കണം. എന്നാലേ നമുക്ക് അടുത്തടുത്ത വീഡിയോകൾ ചെയ്യാനുള്ളൊരു പ്രചോദനമാവുള്ളൂ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സെറ്റിലെ മീൻ മൊത്തം നമ്മൾ ബക്കറ്റിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞു. ഒന്നാമത്തേനെക്കാട്ടി മെച്ചമുണ്ട് രണ്ടാമത്തേതിൽ. ഒന്നാമത്തെ ആകെ 3-4 മീനേ കിട്ടിയുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തേൽ അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാമത്തതും കൂടി നോക്കൊന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നോക്കാം. പിന്നെ തോട്ടിൽ പറ്റ മീൻ കുറവാണ്. ഒന്നാമത് ഈ വാഴയ്ക്കൊക്കെ കണ്ടമാനം മരുന്നടിക്കുന്നതുകൊണ്ട്, പിന്നെ ആഫ്രിക്കൻ മുഷി കണ്ടമാനം നമ്മുടെ ഇപ്പോൾ പുഴയിലൊക്കെ ഇപ്പം അത്യാവശ്യമുണ്ട്. ആ പണ്ടാറാണെങ്കിൽ എല്ലാ ചെറിയ മീനും വെട്ടിയിട്ട് യാതൊരു രക്ഷയില്ല. ഇതിൽ കുറച്ച് കുറവാണ് മീൻ. ആകെ 4-5 കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് വറക്കാനുള്ള നമുക്ക് 4 കിട്ടിയിട്ടുള്ളൂ. ഉള്ളതായിട്ടുണ്ട്. അത് മതി. അവനെ വെച്ച് നമുക്ക് പടയ്ക്കാം. ഇതിൽ അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. മീൻ കണ്ടോ നിങ്ങൾ? ഇത് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് മീൻ. നമുക്ക് ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് നമ്മളെ ഇഞ്ചിയും കുരുമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചതങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നൈസായിട്ടൊന്ന് ഇങ്ങനെ അങ്ങ് ആക്കി കൊടുക്കുക, ഇളക്കി കൊടുക്കുക മീനൊക്കെ. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഉപ്പിടുക, ലേശം മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതൊക്കെ ഇട്ടിട്ട് നൈസായിട്ടൊന്ന് ഇതേപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് പിടിപ്പിക്കുക. അത്യാവശ്യം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കൂടെ മീനൊക്കെ അങ്ങോട്ട് എടുത്തിടുക. എന്നിട്ട് നൈസായിട്ട് നമ്മൾ ഇളക്കാനുള്ള പരിപാടി അങ്ങ് നോക്കുക. അധികം ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കണം. കാരണം വെച്ചാൽ ചെറിയ ചെറിയ മീനുകളാണല്ലോ, അപ്പോൾ എണ്ണയിലൊക്കെ ഒന്ന് കുതിർന്ന് നിൽക്കണ്ടേ. അപ്പോൾ നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നമുക്കൊരു സൈഡ് നമുക്കൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു സൈഡ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. നമ്മൾ അടുത്ത സൈഡ് നൈസായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി നൈസായിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും വെന്താൽ മാത്രമല്ല നമുക്കൊരു കഴിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ 2 സൈഡും മറച്ചിട്ട് അങ്ങോട്ട് വേവിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ആയിട്ടുണ്ട് സാധനം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് സെറ്റാക്കാം. അങ്ങനെ നമ്മൾ മീൻ വറുത്തത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊളിയാണ്. സൂപ്പർ സാധനം, സൂപ്പറാണ്.